ഈ ഒരു ജേണിയുടെ ഒരു ഒന്നിൽ നിന്ന് ഈ 50 ലക്ഷത്തിലോട്ട് എത്താനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു സങ്കടമാണ്. ആ സങ്കടം ഓർക്കണമല്ലോ നമ്മൾ. എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരം വന്നു, കോപ്പറേറ്റ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം എനിക്കിങ്ങനെ വാശി തോന്നി, അങ്ങനെ ചെയ്തതാണ്. ആ വാശിപ്പുറത്ത് ഉണ്ടായ സംഭവമാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. അവിടെ 67 പിള്ളേരുണ്ട്. 67 പിള്ളേരുള്ളതിൽ എവളവിടെ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു. ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഇടയ്ക്ക് ഗൾഫിൽ പോയ എന്തിനായിരുന്നു ഞാൻ ചോദിച്ചില്ല. ജോലിക്ക് ചേച്ചി പറഞ്ഞ ഫസ്റ്റ് എവിടെ ആയാലും ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ചുണ്ടാവുന്നു. അയ്യോ ക്യൂട്ട്, അടിപൊളി. ആ കഥ അങ്ങനെ കോളേജുമായിട്ട് വലിയ റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറച്ച് ബ്രേക്കപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പോയി ചോദിച്ച് വഷളാക്കേണ്ടത് വിചാരിച്ച് അങ്ങനെ നേരെ അച്ഛനെ വിളിച്ചു. അച്ഛൻ കുറേ ഷൗട്ടൊക്കെ ചെയ്ത് എന്നെ ഇറക്കി വിട്ടു. നീ ഇങ്ങനെയാണോ വന്ന് പെണ്ണ് ചോദിക്കണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. അതായത് ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചു, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഞാൻ പോവാണെന്ന് എഴുതിയൊക്കെ. സൂയിസൈഡ് അങ്ങനെ ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. ജീവിതകാലം മുഴുവനും സോറി പറഞ്ഞാൽ പോലും തീരാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ സ്പേസും ഇല്ല, സ്പീഡും ഇല്ല. സോ സാഡ്. എന്തുവാടേ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ട്രാൻസ്ലേഷൻ പ്ലീസ്. പേരെന്താ? ഫുൾ നെയിം പറഞ്ഞേ. ഫുൾ നെയിം മൊത്തം പേര്. ഓക്കെ. വിയാനെ ഞാനൊന്ന് ഞാനായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓപ്പൺ ആക്കാം. ആക്കട്ടെ. എന്നെ വെച്ച് ഒന്ന് കാമഡി പണ്ണല്ലേ. കഴിഞ്ഞോ? തരുന്നോ? ഞാനിത് ഫില്ല് ചെയ്യട്ടാ ചേട്ടാ. തരുമോ? പൊട്ടിച്ചോ? എനിക്ക് പൊട്ടിക്കാൻ അറിയില്ല. ഓക്കെ, കഷ്ടപ്പെട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏത് വെക്കണം? കാല് വെക്കണം, ഫിഷ് വെക്കണം? ഫിഷ്. എന്റെ പേരും കൂടെ പറഞ്ഞ. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഏതാ ബ്ലൂ മീൻ? ഏതാ ഒരു മീനുണ്ട് ബ്ലൂ കളറിൽ. ഏതാ? ഫിഷ്. അതെ, ഒരെണ്ണം ഉണ്ടല്ലോ. ഏത് അറിയോ ആർക്കെങ്കിലും? ഡോൾഫിൻ. അയ്യോ, ചുമ്മാ. അതെങ്ങനെ കരയുന്നത്? ശബ്ദമില്ലേ? ശബ്ദമില്ലേ? എങ്ങനെ? തട്ടി നിൽക്കും. ഹായ്, ഹലോ, വെൽക്കം ടു മാറ്റിനി ലൈവ്. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഫാമിലിയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇവരെൻ്റെ നാട്ടുകാരാണ്. സോ ഒരു യൂട്യൂബ് ഫാമിലിയാണ്. വെൽക്കമിങ് വിവേകേട്ട ആൻഡ് വീണ ചേച്ചി. ഒരാളും കൂടെ ഉണ്ട്, സ്പെഷ്യലാണ്, ഒളിച്ചിരിക്കണം കേട്ടോ. ഹായ്. ഹലോ. ഹായ് കൊടുക്ക്. ആള് പിണങ്ങിയിരിക്കുകയാണ്. റിച്ചൂട്ടൻ എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുക. യഥാർത്ഥ പേര് വിയാൻ വിവേക്. ഇത്ര അടിപൊളി പേരൊക്കെ വെച്ചിട്ടാണ് ആളിങ്ങനെ പിണങ്ങി മാറി ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിച്ചിരിക്കണേ. സോ എന്തായാലും എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ. എങ്ങനെയുണ്ട്? നമ്മൾ 50 ലക്ഷം എന്നൊക്കെ മലയാളത്തിൽ പറയാം, 50 ലക്ഷം എന്നൊക്കെ പറയാം, സബ്സ്ക്രൈബേഴ്സ് ആവാറായി. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടാണ് 50 ലക്ഷത്തിലോട്ട് വരുന്നത്. എന്താ സങ്കടത്തിന്റെ എന്താ? ഈ ഒരു ജേണിയുടെ ഒരു ഒന്നിൽ നിന്ന് ഈ 50 ലക്ഷത്തിലോട്ട് എത്താനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു സങ്കടമാണ്. ആ സങ്കടം ഓർക്കണമല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് സങ്കടം ഓർത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ തുടക്കത്തിൽ ഒന്നുമില്ല, സപ്പോർട്ടില്ല, നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, കുറേ സ്ട്രഗിൾ ചെയ്തു. ഇപ്പം നിൽക്കുമ്പോൾ എന്തൊക്കെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ തോന്നുന്നുണ്ട്? പഴയ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? ടിക്ടോക്ക് എന്നല്ലേ നമ്മൾ തുടങ്ങി? അപ്പൊ ആ ഒരു കാലം തൊട്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടിക്ടോക്കിൽ നമുക്ക് ഇപ്പം റീൽസിലും ഷോർട്സിലൊക്കെ ഉള്ള പോലെ 60 സെക്കൻഡ് മാത്രമേ അന്നുള്ളായിരുന്നു. അപ്പം വേറൊരു ഓപ്ഷൻ ഇല്ല. 60 സെക്കൻഡിൽ നമ്മുടെ ഒരു ഇത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള ഓപ്ഷൻ യൂട്യൂബ് ആയിരുന്നു. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
2020 ഏപ്രിൽ 28-ാം തീയതിയാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ഞാൻ നിങ്ങളുടെ ചാനൽ നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്കാ. നല്ല ടെന്നീസ് പോലെ ചേച്ചി ഒരു ഡയലോഗ് പറയുന്നത്, ചേട്ടൻ ഒരു തഗ് പറയുന്ന, ഒരു കോമഡി പറയുന്നത്. എങ്ങനെയാ ഒരു സിങ്ക് എങ്ങനെയാ സിങ്ക് അങ്ങനെ ഒരു ഫസ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല നമ്മൾ സ്പോട്ടിൽ നമുക്ക് ചെയ്യാനായിട്ട് ഇതുവരെ നമുക്ക് അങ്ങനെ സ്പോട്ടിൽ ചെയ്യാനുള്ള ഒരു ഇത് ചിലതൊക്കെ നമുക്ക് അങ്ങനെ വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്നതായിരുന്നു. പക്ഷെ അത് ചെയ്യണേ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പാർട്ട്ണറിനെ നമുക്ക് കിട്ടണം. അങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ എങ്ങനെ കിട്ടി, കറക്റ്റ് എങ്ങനെ വന്ന് ചേർന്നു, അതാണ് എനിക്ക് അറിയേണ്ടത്. ഫസ്റ്റിൽ പറയുകയാണെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു നമ്മൾ രണ്ടുപേരും. നമ്മൾ തമ്മിൽ അങ്ങനെ അല്ല എന്നല്ല പറഞ്ഞേ, ഈ ഒരു ഫീൽഡുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. ഒരു കോമഡി എന്ന് പറയുന്ന പ്രോഗ്രാം എന്നെ കാണാൻ പോലും സമ്മതിക്കാത്ത ഒരാളായിരുന്നു വീണ. അയ്യോ അതെന്നെ, എനിക്ക് കോമഡി ഇഷ്ടമില്ല. കോമഡി സ്റ്റാർസ് കിട്ടാൻ മാറ്റാൻ പറയും. ചില ടിവിയിലെ കോമഡി സ്റ്റാർസ് കിട്ടാൻ മാറ്റാൻ പറയും. കോമഡി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വീണയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത്, അതായത് ഞാൻ ഇവിടെ നിന്ന് വീണേനെ ഗൾഫിൽ കൊണ്ടുവന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവളെ ടിക്ടോക്ക് ചെയ്യാനായിട്ട് വിളിക്കും. വരില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയോ പറ്റത്തില്ല, ഞാൻ വരൂല, പറ്റത്തില്ല എന്ന് പറയും. അത്രയും വിളിച്ചതാക്കുമ്പോഴേക്കും പോകും. പിന്നെ എപ്പോഴും അത് സംഭവിച്ചാ കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. എല്ലാരും നമ്മള് ചേട്ടൻ നിർബന്ധിച്ചൊക്കെ ചെയ്യിക്കുമ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരം വന്നു, കോപ്പറേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പൊ എനിക്കിങ്ങനെ വാശി തോന്നി, അങ്ങനെ ചെയ്തതാ. ആ വാശിപ്പുറത്ത് ഉണ്ടായ സംഭവമാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ഒരു കമന്റ് വായിക്കിയത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു, ഞാൻ എടുത്തു വെച്ചൊരു കമന്റാ. അല്ലല്ല, നമ്മുടെ സ്വന്തം ഇൻസ്റ്റഗ്രാമിൽ. +2 പഠിക്കുമ്പോൾ ഒരു സൈലന്റ് പെങ്കൊച്ചായിരുന്നു, അത് നീ ഒറ്റ ഒരുത്തനാണ് അതിന് ഇങ്ങനെ ആക്കിയത്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു കമന്റ് ആണ്. ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരാള്, വിഷ്ണു ധർമ്മദാസ് എന്ന് പറഞ്ഞിട്ട്. എന്താ സംഭവം? വിഷ്ണു ധർമ്മദാസ് എന്ന് പറയുന്നത് എന്റെ സ്കൂൾമേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് വീണയുടെ കൂടെ പഠിച്ചതായിരുന്നു വിദ്യാധിരാജയിൽ ആയിരിക്കണം. എന്തായാലും വിഷ്ണുവിനെ അറിയാൻ പറ്റില്ല. അറിയാം. +1 എങ്ങനെയായിരുന്നു ചേച്ചി? ഞാൻ വിദ്യാധിരാജയിലായിരുന്നു, ആറ്റിങ്ങിൽ. കുഴപ്പമൊന്നുമില്ല, അവിടെ പോകും പഠിക്കും തിരിച്ചു. ഞാൻ പറഞ്ഞില്ല അതാണ് നല്ലത്. 1ാം ക്ലാസ് തൊട്ട് MBA പഠിക്കുന്നത് വരെയും ഏതെങ്കിലും ആ ക്ലാസ്സിലുള്ള പിള്ളേരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ അവിടെ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ഒരാളായിരുന്നു. അതായത് 3 വർഷം ഞാൻ അവളുടെ കൂടെ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി. അങ്ങനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അവിടെ 67 പിള്ളേരുണ്ട്. 67 പിള്ളേരുള്ളതിൽ എവളവിടെ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു, ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഒരു പ്രോഗ്രാമിന് അങ്ങനെ പങ്കെടുക്കത്തൊന്നുമില്ല, അവധിയായിരിക്കും അന്നത്തെ ദിവസം. അങ്ങനെയല്ല, ഫുൾ സൈലന്റ് ആണ്, ആരുമായിട്ടും മിണ്ടത്തില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരേ കോളേജിലായിരുന്നു പഠിച്ചത്, അപ്പൊ അങ്ങനെയാണ് റിലേഷൻ. ആ കഥ എന്തായിരുന്നു? ആ കഥ അങ്ങനെ കോളേജുമായിട്ട് വലിയ റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കിഷ്ടമായിരുന്നു. അപ്പൊ അതിന് മുമ്പ് എനിക്ക് കുറച്ച് ബ്രേക്കപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പോയി ചോദിച്ച് വഷളാക്കേണ്ടത് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോലിയായതിനു ശേഷം 2015 ഞാൻ ഇവിടെ തന്നെ വന്ന് ചോദിച്ചു, എനിക്ക് വീണേനെ ഇഷ്ടമാണ്. ഇവിടെ വന്നു ഈ വീട്ടില് ഒരു ഞായറാഴ്ച ആണെന്ന് എനിക്ക് തോന്നുന്നു, ഏതോ ഡിസംബർ 13-ാം തീയതി. പേടിയുണ്ടാവില്ലേ നമ്മളൊരു? അന്ന് എനിക്കെന്തോ പേടിയില്ലായിരുന്നു. എവിടെന്നോ ഒരു ധൈര്യം വന്നു. ഞാൻ നേരെ വീട്ടിൽ വന്ന്, ഇവിടെ അമ്മയുള്ളായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വീണേനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് ഞാൻ അതൊന്നും തീരുമാനിക്കില്ല, അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അച്ഛനെ വിളിച്ചു. അച്ഛൻ കുറെ ഷൗട്ടൊക്കെ ചെയ്ത് എന്നെ ഇറക്കി വിട്ടു. നീ ഇങ്ങനെയാണോ വന്ന് പെണ്ണ് ചോദിക്കണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. പിന്നെ അന്വേഷിച്ച് കുഴപ്പമൊന്നുമില്ല, സമ്മതിച്ചു. അച്ഛനൊന്ന് മെരുങ്ങാൻ ടൈം എടുത്തോ? എല്ലാ കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഷൗട്ട് ചെയ്യും. എന്തായാലും ഷൗട്ട് ചെയ്യാതിരിക്കോ, ചില പോലീസിനെ വിളിക്കാം. പോലീസായിരുന്നു. അല്ല, ശരിക്കും ചിലര് ആരോ വീട്ടിൽ കയറി എന്ന് പറയുമ്പോൾ പോലീസിനെ വിളിക്കില്ല. ആരടാ എന്തിനും ഇങ്ങടെ വന്നെന്ന് ചോദിച്ചായിരുന്നു. ചേച്ചി പേടിച്ചായിരുന്നു? എനിക്കറിയാലോ, ആളിനെ അറിയാം, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പേടിയൊത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ കണ്ടന്റിന്റെ കാര്യം, അടിപൊളി കണ്ടന്റ് ആണ്. ഞാൻ പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഭയങ്കര നാച്ചുറലാണ്. പിന്നെ പുതിയതായിട്ട് തോന്നും, ഇതെങ്ങും കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നും. അപ്പൊ ഇതിന്റെ ഐഡിയാസ് ഒക്കെ ആരുടെ? മുമ്പൊക്കെ നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു എല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടും അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തോന്നി ചെയ്യാറുണ്ട്. ഇൻസ്പിറേഷൻ എടുത്തിട്ട് ചെയ്യാറുണ്ട്. അല്ല നമ്മുടെ ലോങ് വീഡിയോ ആണെങ്കിൽ ഫുള്ള് ക്രെഡിറ്റ് വീണൊക്കെയാണ്. ഞാനിപ്പോ കണ്ടു മറ്റേ തുണി മേടിക്കാൻ പോയത്, ഇതെനിക്കല്ല മറ്റേ ജോലി ചെയ്ത കുട്ടിക്ക്. അയ്യോ അത് അടിപൊളി വീഡിയോ. ഓക്കെ. അപ്പൊ ഒരു തോട്ട് കിട്ടുന്നു, ഇപ്പൊ മുമ്പൊക്കെ, ഇപ്പൊ അല്ല, ഒരു തോട്ട് കിട്ടുന്നു, പിന്നെ അതിനെ സ്ക്രിപ്റ്റ് ആക്കുന്നു, അങ്ങനെ ഒരു കറക്റ്റ് ഒരു പ്രൊസീജിയറിലാണ് പോണത്. അതെ, കറക്റ്റ്. എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കും, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഫുള്ള് സ്ക്രിപ്റ്റ് ചെയ്തതിൽ വീണയാണ്. ചേട്ടാ ഓഫീസിലായിരിക്കും ആ ടൈമിൽ, നമ്മൾ അവിടെ ആയിരുന്നപ്പോഴത്തേക്ക്. അപ്പം ഞാൻ മെസ്സേജ് അയക്കും, ചേട്ടാ ഇങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, പിന്നെ ചെയ്താലോന്ന് ചോദിക്കും. ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്ത് പിന്നെ അത് ചേട്ടൻ വന്നിട്ട് നോക്കി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിൽ 2 പേപ്പറും 2 പേനയും ഉണ്ട്. ഞാൻ ചേച്ചിക്കും ചേട്ടനും കൊടുക്കാൻ പോവാണ്. വേണ്ടല്ലോ, വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് പേപ്പറും പേനയും ഇല്ലാത്തത്. വേണോ? വേണ്ട. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാ. അതിൽ ഡേറ്റ് ആയിരിക്കും മിക്കത്, എഴുതണം. ഓക്കെ, തുടങ്ങട്ടെ. എൻഗേജ്മെന്റ് ഡേറ്റ്? 11 May 2 എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. ആർക്കാ തെറ്റി? എഴുതി തീർന്നപ്പോ ഞാൻ വിചാരിച്ചു കറക്റ്റ് ആയിരിക്കും. വീണ ചേച്ചിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് കഴിഞ്ഞു. കാണിച്ചേ. ഫോട്ടോ വരച്ചു തന്നോ? രണ്ടും ഒന്നാണോ? ഫോട്ടോ അതാണ് അല്ലേ? ഞാനാണോ തെറ്റിച്ചേ? ആരാ ശരിക്കറിയില്ല കേട്ടാ. ഫോട്ടോ വരച്ചു തന്ന് ഫ്രെയിം ചെയ്ത് അങ്ങനെ ചെയ്തോ? അല്ലല്ല, ഫോട്ടോ വരച്ച് ചാർട്ടിൽ വരച്ച് ചുരുട്ടി തന്ന്. ഓർമ്മയില്ലെന്നൊക്കെ. അടുത്തത്, ആദ്യമായിട്ട് ചേച്ചിയെ കണ്ടപ്പോ ചേച്ചി ഇട്ടിരുന്ന ഡ്രസ്. കോളേജിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ചേച്ചിനെ കാണുമ്പോ. ചേച്ചിക്ക് ഇത് പാടായിരിക്കും അല്ലേ? എന്നാലും കുഴപ്പമില്ല, ചേട്ടനുള്ളത് ഇരിക്കട്ടെ. ഓർമ്മയിലുള്ള ഓർമ്മയിലുള്ള കള്ളമാണോന്ന് ഞങ്ങൾക്ക് അറിയാതാ. അല്ല, ഞാൻ അതിന്റെ ഇത് പറഞ്ഞുതരാം. ഓക്കെ. സെറ്റ് സാരി. ഓക്കെ, കഥയും കൂടെ പറഞ്ഞു. കോളേജിലെ ഓണം സെലിബ്രേഷൻ. അന്നാണോ കണ്ടേ ഫസ്റ്റ്? അല്ല, അന്നാണ് എനിക്ക് അട്രാക്ഷൻ തോന്നിയത്. ഓക്കെ, അടിപൊളി. എന്നിട്ട് പറഞ്ഞോ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു? ഒന്നും മിണ്ടില്ല. അന്നൊന്നും എനിക്ക് ധൈര്യം ഇല്ലായിരുന്നു. അന്നത് ഒരു ധൈര്യം ഇല്ലായിരുന്നു. ഓക്കെ. അടുത്തത്, വീണ ചേച്ചിയുടെ ബർത്ത് ഡേറ്റ്. അതും എഴുതിക്കോ, വിവേകേട്ടന്റെ ബർത്ത് ഡേറ്റ് എഴുതിക്കോ. രണ്ടും എഴുതണം കേട്ടോ, ചേച്ചിയുടെ ചേട്ടന്റെ. ഓക്കെ. കാണിക്കണ്ട. ചേച്ചിയുടെ എത്ര? 18 ചേച്ചിയുടെ 18/10/1992. ചേട്ടന്റെ പറ. 4/12 1992. അടിപൊളി, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. ചേട്ടൻ കല്യാണത്തിന് മുൻപ് പറഞ്ഞിരുന്ന ഒരു പ്രോമിസ് കല്യാണ ശേഷം മറന്നുപോയി, അതെന്തുവാ? എന്തോ ഒരു പ്രോമിസ് പറഞ്ഞിരുന്നു, ഞാൻ നിനക്ക് ചെയ്തു തരാം അല്ലെങ്കിൽ വാങ്ങിത്തരാം. കല്യാണം കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വാങ്ങിച്ചതാന്നല്ല, ഒരു കാര്യം പറഞ്ഞിട്ടുള്ളു. അതെഴുതിക്കോ. ചേട്ടൻ്റെ ഓർമ്മയുള്ള എന്തെങ്കിലും. ചേച്ചി പറഞ്ഞു ഫസ്റ്റ്. എവിടെ ആയാലും ഒരുമിച്ച് ജീവിക്കും, ഒരുമിച്ചുണ്ടാവുന്നു. അയ്യോ ക്യൂട്ട്, അടിപൊളി. അത് കറക്റ്റ്. ഓക്കെ, സൂപ്പർ. അടുത്തത്, റിച്ചൂട്ടന്റെ ബർത്ത്ഡേ. ഡേറ്റ് മാത്രം മതി. ദിവസം ഒന്നും എഴുതണ്ട. അതായത് മറ്റേ മൺഡേ ട്യൂസ്ഡേ അതൊന്നും എഴുതണ്ട. വേണ്ട, അത് വേണമായിരുന്നു. 9/2/2020. കേട്ടോ, കറക്റ്റ് എഴുതി. തെറ്റിച്ചിരുന്ന നമുക്ക് എന്തായാലും പണിഷ്മെന്റ് കൊടുക്കായിരുന്നു. ഒന്നും അറിഞ്ഞില്ല. വെഡിങ് ഡേറ്റ്. അത് ഓൾമോസ്റ്റ് ഒരു സിങ്ക് ഉണ്ട്. ഫെബ്രുവരി ആണോ? 9/11/9/11. ഓക്കെ, അടിപൊളി. പിന്നെ ബർത്ത്ഡേ പിറ്റേന്നാണ് നമ്മളെ വെഡിങ് ഡേറ്റ് വരുന്നത്. അപ്പൊ എല്ലാം കൂടെ ഒരു മാസം ആഘോഷിക്കും. ആ മാസം ഇറങ്ങി ചെലവ് പറയാനല്ലോ. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ആരെ ലീഡ് ചെയ്ത? ചേച്ചിയല്ലേ ചേച്ചി? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു?
കൊള്ളായിരുന്നു. താങ്ക്സ്. ഇതിന് എനിക്ക് പലതും അറിയാൻ പലതും പറ്റി. പലതും അറിയാൻ പറ്റി. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ 7 ഞാൻ എഴുതിയിട്ടുള്ളൂ, കുറച്ചുകൂടെ വെക്കാൻ വേണം. ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടാണോ വീഡിയോ ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളും? എന്റെ ഫാമിലിയിൽ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ഇവിടെ ഫുൾ സപ്പോർട്ട്. സക്സസ് ആയിട്ടും കോപ്പപ്പ് ചെയ്യുന്നില്ല? കുഴപ്പമില്ല. സപ്പോർട്ടുള്ള ആളല്ലേ വീഡിയോസിലൊക്കെ വരുന്നത്? ഓക്കെ. അല്ലെങ്കിൽ എന്റെ അമ്മയായിട്ടാണ് വീണയുടെ അമ്മ അഭിനയിക്കുന്നത്. വീണയുടെ അമ്മയാണ്. പലർക്കും അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, ഫേസ് കട്ട് വെച്ചിട്ട് ഞങ്ങൾ രണ്ട് ഒരേ കണക്കാണ് ഇരിക്കുന്ന അമ്മയാണ് അമ്മയും വേണം ചോദിക്കാറുണ്ട്. എൻ്റെ അമ്മയാണ്. ഓക്കെ. അതിൽ പലതും കമന്റ് വരാറുണ്ട്, ഇത് വിവേകിന്റെ അമ്മയല്ലേ വീണയുടെ അമ്മയില്ലേ, സൗണ്ടും ഫേസും എല്ലാം ഒരേ കണക്ക് വീണയുടെ കണക്കാണെന്ന് പറയാറുണ്ട്. ഞാൻ വേറൊരു കമന്റ് വായിച്ചു കേട്ടോ. 2 വർഷം മുന്നേ വന്ന കമന്റ്. 2014-15 ടൈമിൽ എൻ്റെ കൂടെ ചിറയൻകീഴ് ജിമ്മിൽ ഉണ്ടായിരുന്ന പയ്യനാണ് വിവേക്. ഇവനൊക്കെ സെലിബ്രിറ്റി ആകുമെന്ന് കരുതിയില്ല. ഞാൻ ആ കമന്റ് കണ്ടതുമില്ല, കണ്ടെങ്കിൽ ഞാൻ രണ്ടു കൊടുത്തന്നെ. പല കമന്റും ഞാനിങ്ങനെ വായിക്കാറില്ല. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോക്കകത്ത് കയറിയിട്ട് ലൈക്ക് കൊടുത്ത് പെട്ടെന്ന് കമന്റ് കൊടുത്ത് പോകാറാണ് പതിവ്. അപ്പോഴത്തെ മൂഡ് അനുസരിച്ചിരിക്കും റിപ്ലൈ കൊടുക്കണോ വേണ്ടെന്നുള്ളത്. ജിമ്മിലൊക്കെ പോയിട്ടുണ്ട്? അടിപൊളി. 2014 അന്ന് കണ്ടു ആരോ ആയിരിക്കും. അന്ന് ജിമ്മിലുള്ള ആരെങ്കിലും ആയിരിക്കണം, എനിക്കറിയില്ല ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു Q&Aയിലോ ഏതിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേ ബട്ടൺ നിങ്ങൾക്ക് കച്ചേരി ജംഗ്ഷനിൽ വെച്ചിട്ട് അൺബോക്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു അതെന്താ അങ്ങനെ അൺബോക്സ് ചെയ്യണം എന്ന് അവിടെ വെച്ചിട്ട്? അല്ല, ഇപ്പം ആറ്റിങ്ങൽ ആണ് നമ്മളെന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പം ഇപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കും പറയുന്നത് നിങ്ങൾ ഗൾഫിലല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഗൾഫിൽ നിന്ന് വന്നിട്ട് 2021 നമ്മൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ ഈ ആറ്റിങ്ങൽ തന്നെ ഉണ്ട്. പക്ഷേ പലർക്കും അറിയില്ല. അപ്പം നമ്മൾ വിചാരിച്ച് ആറ്റിങ്ങൽ തന്നെ കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്യാം, നമ്മുടെ നാട് ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് മുത്തപ്പനാണ്. അങ്ങനെയാണ് പിന്നെ പറശ്ശിനിക്കടവിൽ കൊണ്ടുപോയിട്ട് അവിടെ അൺബോക്സ് ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒരുപാട് ചേഞ്ചസ് എത്തിയിട്ടുണ്ടാവും. നമുക്ക് ഫോട്ടോസ് കാണുമ്പോൾ അറിയാം പഴയ നിങ്ങളേ അല്ല. ഇപ്പൊ എന്തോരം സോഷ്യൽ മീഡിയയും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ നിങ്ങളുടെ ലൈഫ് മാറ്റിയിട്ടുണ്ട്? ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഒന്നും അല്ലായിരുന്ന വിവേകിനെയും വീണേനെയും നമ്മളിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, നമ്മൾ ഈ യൂട്യൂബ് വന്നതിന് ശേഷം നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്, മുംബൈയിൽ പോയിട്ടുണ്ട്, മൂകാംബിക നമ്മളൊരു 3 തവണ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെല്ലുമ്പോഴും നമ്മുടെ കേരളീയരല്ലാതെ പല ഭാഷയിലുള്ള ആൾക്കാർ ഒരുപാട് പേര് വന്ന് നമ്മളുടെ അടുത്ത് മിണ്ടാറുണ്ട്. നമുക്ക് തിരിച്ച് പറയാനായിട്ട് പറഞ്ഞുകൂടാ. കന്നഡയിലൊക്കെ വന്നിട്ട് പറയാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അവരും ചെറിയ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് വീണ് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളല്ലേ, നിങ്ങളെന്ത് ഇവിടെ എന്ന് ചോദിക്കാനായിട്ട് ഒരാളുള്ളത് ഒരു സന്തോഷം. പക്ഷെ നിങ്ങളുടെ ഈ ലൈഫ് മാത്രമല്ലാണ്ട് പേഴ്സണാലിറ്റി വൈസ് ഒരുപാട് ചേഞ്ച്. ചേച്ചി തന്നെ ഭയങ്കര ഷൈ ആയിരുന്നു. ഇപ്പൊ ഞാൻ എവിടെ പോയാലും എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ പ്രതികരിക്കും, പറയും. ചേട്ടന്റെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെയാ ചേഞ്ചസ്? പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ മുമ്പ് ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. ഇപ്പം ആ വിശ്വാസം ഞാൻ മാറ്റി വെച്ചു. എല്ലാവരെയും ഒരു സംശയ കണ്ണോടുകൂടി മാത്രമേ ഞാൻ കാണാറുള്ളൂ. കാര്യം നമ്മൾ കാര്യം കാണാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് വന്ന് നമ്മളടുത്ത് മിണ്ടാറുണ്ട്. അല്ലെങ്കിൽ അപ്പം നമ്മൾ എങ്ങനെ പറഞ്ഞു, അത് ചേട്ടായിനെ എല്ലാവർക്കും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് മിങ്കിളാവും, എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയാവും. പക്ഷേ അവര് ലാസ്റ്റ് അവരുടെ കാര്യം കഴിയുമ്പം അവർ നമുക്ക് ചെറുതായിട്ട് പണിയാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ഞാൻ പലതിൽ നിന്ന് ഞാൻ എൻ്റെ സ്വഭാവം ഞാൻ പലതും മാറ്റി ബൗണ്ടറി വെച്ച്. ഓക്കെ. നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റ് നമുക്ക് വീഡിയോ വരുമ്പോഴേ അറിയുള്ളൂ ഭയങ്കര രസമായിട്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നടക്കുന്ന ബാക്കിൽ നടക്കുന്ന ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എങ്ങനെയാണ്? അടിപിടി അടിയുണ്ട്. ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയും ഇതെന്റെ ലാസ്റ്റ് വീഡിയോ ആണ്, ഞാൻ ഒരിക്കൽ വീഡിയോ ചെയ്യാൻ പറ്റേ വേറെ വല്ല ജോലിക്കും പൊക്കുള്ളൂന്നൊക്കെ പറഞ്ഞ് അടിച്ച് പിരിയും. കുറേ നേരം കഴിയുമ്പോൾ ഞാനത് മറന്നു പോകും, പിന്നെ വരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിതൊരു സെഗ്മെന്റ് ആയിട്ട് ചെയ്തല്ലോ, ഒരു റോൾ പ്ലേ പോലെ. ഓക്കെ. ചേച്ചി ചേട്ടൻ ചേച്ചി ഒരു വീഡിയോ എടുക്കുവാണ്, അതിന്റെ ബാക്കിൽ എങ്ങനെയായിരിക്കും ആ റഷും ബഹളം ചേട്ടനാണ് ഞാൻ. അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം, ക്യാരക്ടർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ചെയ്യാം. റെഡി? ഓക്കെ.
അത് ചേട്ടായി ഞാൻ ചേട്ടായിട്ട് അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ചേട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്നുള്ളത് ചേച്ചി എങ്ങനെയായിരിക്കും ചേട്ടൻ. അത്രേ ഉള്ളൂ. നാച്ചുറൽ ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ റിയൽ ലൈഫിൽ അങ്ങനെ. ഓക്കെ, ഡി ചെയ് പറ, ഡയലോഗ് പറ. ഡയലോഗ് എന്തായിരുന്നു? ഞാൻ ഇന്നലെ അയച്ചു തന്നപ്പോഴത്തേക്ക് നീ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു? ഒന്നുകൂടെ പ്ലീസ്, ഒന്നുകൂടെ പറഞ്ഞു. കൂട്ടുകാരെ കൂടെ ഹസ്ബൻഡ് പോവും, അതായത് ചേട്ടായി പോകുമ്പോഴത്തേക്ക് ഞാൻ പോകുമ്പോഴത്തേക്ക് കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴത്തേക്ക് എന്നെ ഫോൺ വിളിക്കണം. എവിടെ അയക്കണം? കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കൂടെ കുറച്ചെങ്കിലും നിൽക്കണ്ടേ, അങ്ങനെ പറ. അത് നാച്ചുറലായിട്ട് സംസാരിക്കണം. ഫോൺ നാച്ചുറലായിട്ട് സംസാരിക്കണം. നിങ്ങൾ എവിടെ നിക്ക് ഞാൻ ഇത് ഓണാക്കിട്ട് പറഞ്ഞു. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കണം, അല്ലാതെ കൂട്ടുകാരോടോ. പ്ലീസ് പ്ലീസ് പ്ലീസ്. എനിക്ക് ചൂടെടുക്കണം, ചെയ്യങ്ങോട്ട്. ഒരു സെക്കൻഡ്. ചുമണ്ടായി പറ. എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്ന് എന്റെ അപ്പുറമായിട്ട് നടക്കുന്നത്. ഇറങ്ങി പോകാനൊക്കെ തോന്നുന്നു. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്ന എന്തിനാ പൊതുവെ? ഞാൻ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് തെറ്റിപ്പോകുമ്പോൾ ചേട്ടാ കുറേ ചേട്ടായി എത്ര തെറ്റിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അതിനടിയുണ്ടാവും. ചേട്ടൻ തെറ്റിച്ചാലും ഒരു പ്രശ്നമില്ല ചേച്ചി. എന്നിട്ട് ചേച്ചിയും പറയണം അറിയട്ടെ പെയിൻ. ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. രണ്ടുപേരും തുടങ്ങിയ ഒരാള് കുഴപ്പമില്ലല്ലോ, താഴെ നിൽക്കുന്നുണ്ട്. ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി നാക്കൊക്കെ ഉളുക്കും ഇങ്ങനെ ഡയലോഗ് പറയുമ്പോഴത്തേക്ക്. സ്വർണ്ണമൊക്കെ വീഴും. സമാധാനപ്രിയനെ ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ അടുത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഞാൻ വേറൊരു അടിപൊളി സെഗ്മെന്റ് ഉണ്ടെന്നിട്ടുണ്ട്, മൊമെന്റ്സ് എന്നാണ് പേര്. അതായത് ഞാൻ നിങ്ങളുടെ ലൈഫിലെ ചില മൊമെന്റ്സ് പറയും, അപ്പോഴത്തെ ഓർമ്മകൾ. ഓക്കെ, റെഡി? പറയട്ടെ, രണ്ടുപേർക്കും പറയാം. ആദ്യ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ മൊമെന്റ്. ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. പ്രഗ്നൻ്റ് അല്ലേ? എനിക്ക് ഓർമ്മയില്ല. 1000 ആയപ്പോഴോ? 2020-ലാണോ? ഇല്ല, പ്രഗ്നൻ്റ് അല്ല. എന്നാലും അത്ര ഓർമ്മയില്ല. എന്തുവായിരുന്നു? പ്രഗ്നൻ്റ് ആണ്. ഓക്കെ, പ്രഗ്നൻ്റ് ആണ്. ഓർമ്മയുണ്ട് അന്നത്തെ ആ ദിവസം? ഇല്ല, ചേട്ടന് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയ സമയം അത് ഓർമ്മയുണ്ട്? 100 നാട്ടിൽ വന്നതിന് ശേഷമാണ് ആയത്. 50K ആയത് ഓർമ്മയുണ്ട്. എങ്ങനെയായിരുന്നു അത്? നമുക്ക് 50K അടിച്ചിട്ടില്ലായിരുന്നു. തുടങ്ങി കുറേ മാസങ്ങളോളം നമുക്ക് ഒരേ കണക്കാണ്. അത് 45-ൽ വന്ന് നിന്നു അല്ലേ? 45, 46 ആ ഒരു ഇതിലങ്ങ് നിന്നു, സ്റ്റോപ്പായി. പിന്നെ 50K അടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും 100-ന് വെളിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഇത്ര വീഡിയോ ഇട്ടിട്ടും അതിങ്ങനെ അങ്ങനെ തന്നെ നിൽക്കുക, സബ് കയറുന്നില്ല. അപ്പോൾ നമ്മളുടെ മല്ലു ഫാമിലി ഇല്ലേ, സുജിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഒന്ന് പറയുന്നു. അന്നൊക്കെ നമ്മളെ വിചാരം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സബ് കയറിയിട്ട് പിന്നെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് പറയോ അവർ വീഡിയോയിലൊന്ന് പറയുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു. സുജിന പറഞ്ഞ സുജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് സബ് കുറവാണെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് അവന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവന് അന്ന് നല്ല സബ്ബുള്ള സമയത്ത് ഒരു വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് വീഡിയോയുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനലുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നായിരുന്നു. അന്ന് തന്നെ ഒരു നല്ലൊരു സബ് കയറി, 65 ചേഞ്ച് ഉണ്ടായി. പക്ഷേ പൊതുവേ നമ്മൾ വിചാരിച്ചു വെച്ചേക്കും നമ്മളുടെ തന്നെ പൊതുവിലുള്ള ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണയാണിത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് സബ് കയറ്റിയിട്ട് പിന്നീട് നമുക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെ അല്ല. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ അക്ഷരയുടെ അടുത്ത് പറയണം നമ്മളൊരു ചാനൽ തുടങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷെ നമ്മളുടെ വീഡിയോ ഇഷ്ടമാണോ ഇഷ്ടപ്പെടണോ എന്നുള്ളത് അക്ഷരയുടെ തീരുമാനമാണ്. അപ്പൊ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അക്ഷര ഇപ്പൊ നമ്മുടെ ചാനൽ കണ്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അക്ഷര നമ്മളൊരു ബെസ്റ്റ് സബ്സ്ക്രൈബറാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആണ്.
ഇപ്പൊ നമുക്ക് പിറ്റേന്ന് waste ആണ്. ആ ടൈമിൽ നമ്മൾ വീഡിയോ ടൈമിൽ ഈ അക്ഷരം കാണണമെന്നില്ല. ഇല്ല. അപ്പോഴത്തേക്ക് പിന്നെ റെക്കമെൻഡേഷൻ വരില്ല. വരില്ല. അതെ. സബായിട്ട് അവിടെ കിടക്കും, പക്ഷെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇത് കാണത്തുള്ളൂ. ഈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് വ്യൂസ് ഉണ്ടായിരുന്നോ? കുറവായിരുന്നു. കുറവായിരുന്നു. വ്യൂസും കുറവായിരുന്നു. വ്യൂസും കുറവായിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഇത്രയും 5 മില്യൺ വരെ എത്തിയ സമയത്തും നമ്മൾ ഈ ജേണിയുടെ ഇടയിൽ ഒരു തവണ മാത്രമേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേഷൻ ചെയ്തിട്ടുള്ളൂ. 50 കേക്ക്. ഓ, അതിന് കാരണം സുജിനാണ്. അന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഇങ്ങനെ ഭയങ്കര ഇതിൽ നിന്ന ടൈം, അവരൊക്കെയാണ് ഭയങ്കര ഹൈപ്പിൽ നിന്ന ടൈം. അപ്പൊ നമ്മള് അവിടുത്തെ ലുലുല്, ഗൾഫിൽ ലുലുലൊക്കെ പോകുമ്പോഴത്തേക്ക് ചോദിക്കും, നിങ്ങൾ കാശ് കൊടുത്തിട്ടാണോ അവനെ കൊണ്ട് പറയിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ കുറഞ്ഞ സമയത്തൊക്കെ നിർത്തി പോവാം അങ്ങനെ തോന്നിയോ? വേണ്ട, നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നതല്ലേ. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഫേസ്ബുക്കിനെയാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് റവന്യൂ വന്നുകൊണ്ടിരുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. നമ്മൾ വലിയ വീഡിയോസ്, അതായത് ചെറിയ ഷോർട്ട് ഫിലിം പോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുമായിരുന്നു. അത് വീണ തന്നെ 1 റോള് 2 റോള് 3 റോള് 4 റോള് വരെ ചെയ്തിട്ടുണ്ട്. അമ്മായിയമ്മ, നാത്തൂൻ, ഇപ്പൊ ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോ സുജിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളല്ലേ, നമുക്കൊരു പ്രാങ്ക് കൂടെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ സുജിനെ വിളിക്കണം. വിളിച്ചിട്ട് ഞാൻ നിന്റെ വീടിനടുത്ത് എന്തെങ്കിലും പറയാനുണ്ട്, ഒരു പ്രാങ്ക് പോലെ പറ്റിക്കാനായിട്ട്. ഓക്കെ, വിളിച്ചാലോ? ഓക്കെ. ഓക്കെ. എവിടെയുണ്ട്? ഞാനിങ്ങനെ മറ്റേ ചെറിയൊരു പർച്ചേസിന് വേണ്ടി ഇറങ്ങിയ. ആണോ? നമ്മളിപ്പോ പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാട്? പാലക്കാട് എവിടെയാണ് സ്ഥലം എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ലൊക്കേഷൻ അയക്കാൻ വേണ്ടിട്ടായിരുന്നു. ലൊക്കേഷൻ കേട്ടാ? ഞാൻ ഇവിടെ തിരുവില്ലാമല ഉണ്ടേ, ഒറ്റപ്പാലം തിരുവില്ലാമല. ആണോ? എന്നിട്ട് പാലക്കാട് എന്താ? വെറുതെ വന്നത്. വെറുതെ വന്നത്. ആ, വെറുതെ വിളിക്കണ്ട പാലക്കാട് വരുമ്പോ. ഇപ്പൊ ലൊക്കേഷൻ അയച്ചു തരുമോ? ഇപ്പൊ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്ത്? ഞാൻ ഒരു 30 കിലോമീറ്റർ. ഞാനിപ്പോ തിരുവില്ലാമല സ്ഥലത്താണ്. ഏട്ടൻ പാലക്കാട് എവിടെ? ഏട്ടൻ ലൊക്കേഷൻ ആക്കി ഞാൻ മറ്റേ നോക്കിക്കോട്ടെ. എത്ര പാലക്കാട്? ഏട്ടാ ഒരു കളർ ബോർഡൊന്നും കാണല്ലോ അവിടെ? അല്ല, ഞാൻ മറ്റേ ചെപ്പളശ്ശേരി ആ റൂട്ട് അടിച്ചാണ് വന്നത്. അപ്പം നീ എത്താറായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ അവിടെ നിന്ന് മാറിയല്ലോ. നീ പഴയ മാറിയെങ്കിലും ചെപ്പശ്ശേരി തന്നെയാണ്, മറ്റേ ചെപ്പശ്ശേരി ടൗണിൽ തന്നെയാണ്. ഏട്ടാ അന്ന് വന്ന വീടില്ലേ, അവിടുന്ന് കുറച്ച് 2-3 കിലോമീറ്റർ മാറിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇതേ ഒരു പ്രാങ്ക് കോളായിരുന്നു. ഒരു പ്രാങ്ക് കോളായിരുന്നു. അതായത് ഞാനൊരു ഇന്റർവ്യൂവിന് ഇരിക്കുക. അപ്പൊ സുവിനെ പറ്റി പറഞ്ഞു. അപ്പം സുവിനെ ഒന്ന് വിളിച്ചെന്ന് പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ചാനലിന്റെ പേര് മാറ്റിനി ലൈവ്. അതെ, ആ ഓക്കെ, അടിപൊളിയാട്ടാ. ഓക്കെടാ, ശരി. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ശരി. ഓക്കെ. അടിപൊളി. ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു പ്രാങ്ക് ആയിപ്പോയി അല്ലെ? കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിനെ വിളിക്കണു, അവരുടെ ഒരു ഹാപ്പിനെസ് രസമുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിത് കണ്ടിന്യൂ ചെയ്താലോ? ഓക്കെ, നമ്മൾ ചോദിച്ചത് റിച്ചിക്കുട്ടൻ ജനിച്ച ദിവസം, ആ ഒരു മൊമെന്റ്. റിച്ചിക്കുട്ടൻ ജനിക്കാൻ 2 ദിവസം എടുത്തു. ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഭയങ്കര എല്ലാവരും ടെൻഷൻ അടിപ്പിച്ചിട്ടാണ് അവൻ ജനിച്ചത്. സിസേറിയൻ വേണ്ടി വരും, ലാസ്റ്റ് വരും പറഞ്ഞു സിസേറിയൻ വേണ്ടി വരും, വാക്യൂം വെച്ചിട്ട് ഇല്ലെങ്കിൽ വാക്യൂം വെച്ചിട്ട് എടുക്കേണ്ടി വരും കുഞ്ഞിനെന്ന് പറഞ്ഞ് അവന് ഇറങ്ങി വരാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പം എല്ലാവരും ടെൻഷൻ അടിച്ചു. അവൻ്റെ ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. എനിക്ക് പെയിൻ വരുത്തുക ചെയ്തത്. പെയിൻ വന്നിട്ട് നോർമലായിട്ട് പെയിൻ വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഹലോ. ഓ അയ്യോ, ഇട്ടു, സ്പീക്കർ ഇട്ടു. ഈ വിവേകത്തിന് ഞാനായിട്ടുള്ള ഒരു പരിചയം തുടങ്ങണമെന്ന് പറഞ്ഞാൽ തന്നെ ടിക്ടോക്ക് ഉണ്ട്. എത്ര വർഷം നമ്മളൊരു ബന്ധം തുടങ്ങിയിട്ടാ? 2019. അന്ന് തുടങ്ങിയ ഒരു ബന്ധാണ്. ഇതുവരെക്കും എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് എന്നുള്ള സംഗതി കണ്ടു തുടങ്ങുന്നത് ഏട്ടനിലൂടെയാണ്. കാരണം ടിക്ടോക്കിനെ തൊട്ടിട്ടാണ് ഏട്ടൻ ഞാൻ പരിചയമായിട്ട് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ടിക്ടോക്ക് വീഡിയോസുകൾ യൂട്യൂബിൽ തുടങ്ങിയ ഏട്ടനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു യൂട്യൂബ് എന്ന സംഗതികൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടില്ലട്ടാ.
അല്ല സത്യം സീരിയസ് പറയണ ഞാൻ നമുക്ക് വന്ന വഴി മറക്കാൻ അങ്ങനെയൊന്നുമില്ല. നമുക്കിത് പറയാൻ ഇത് കിട്ടപ്പോ ഞാൻ പറയാണ് ഇതിന്റെ ഇടയ്ക്ക് അത് അപ്പൊ ഇന്റർവ്യൂ ഇരിക്കണ ഞാൻ പറയാണ് മറ്റേ ഏട്ടനാണ് ഇന്നെ യൂട്യൂബ് എന്നുള്ള സംഗതിയിലേക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ട്. അന്ന് ഏട്ടൻ ഗൾഫിലാണ്. അന്ന് ഏട്ടന്റെ കൂടെ ചേച്ചി അവിടെ ഗൾഫിലില്ല അല്ലെ? എന്തില്ല ആണ്ട് ഫ്ലാറ്റിൽ ആണ്ട്. ശരി 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 ഓർമ്മല്ല. പക്ഷെ പറയാ മറ്റേ ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും അന്ന് മല്ലു ഫാമിലി നല്ല ചാനലിന്റെ പേര് അല്ലേ? അന്ന് എല്ലാ കാര്യങ്ങളും വിവേകേട്ടനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടുന്നവർക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് ഇതാക്കിയത്. അങ്ങനെ ഏട്ടപ്പോ നാട്ടിലെത്തി. അടിപൊളി. ഏട്ടൻ നാട്ടിൽ വന്നപ്പോ തന്നെ ഏട്ടൻ അവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഞാന്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഏട്ടൻ ഒരു വേണ്ടതുപോലെ പറശ്ശിനിക്കടവോ എവിടെ വന്നപ്പോ വീട് വഴി അങ്ങനെ വന്നിട്ടുണ്ടാവൂലേ? അല്ല, പാലക്കാട് ഞാൻ പിന്നെ വന്നിട്ടില്ല. അന്ന് ഫസ്റ്റ് വന്നതേ ഉള്ളൂ. പിന്നെ ഒരു വീട്ടിൽ വന്നില്ലേട്ടാ? വീട്ടിൽ വന്ന് അന്ന് സുജിൻ ഇവിടെ വന്നിരുന്നു കാണാനായിട്ട്. 2 വട്ടം കണ്ടു. ഗൾഫിൽ വന്ന സമയത്ത് ഞാൻ ഏട്ടനെ അവിടെ ആറ്റിങ്ങല്ലേ ആലങ്കോട് അവിടെ വന്ന് ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും സന്തോഷേട്ടാ. എന്തായാലും ഇന്റർവ്യൂ അടിപൊളി ആവട്ടെ. ഓക്കേടാ. ഓക്കെ ശരിയേട്ടാ. ശരി ഓക്കെ. അയ്യോടാ നന്നായില്ലേ? വിളിച്ചത് നന്നായി. റിച്ചൂട്ടന്റെ കാര്യം. റിച്ചൂട്ട് എനിക്ക് പെയിൻ വന്നിട്ടില്ലാന്ന്. അപ്പോൾ തലേ ദിവസം പെയിൻ വരാനുള്ള ഇത് മരുന്ന് വെച്ചു. എന്നിട്ടും പെയിൻ വന്നില്ല. പിന്നെ രാത്രി ആയപ്പോൾ ട്രിപ്പ് ഇട്ട്. എന്നിട്ടും പെയിൻ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ട്രിപ്പിൻ്റെ കൂടെ ഇഞ്ചക്ഷൻ എടുത്തു. ലാസ്റ്റ് പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഒരു ബോധമില്ല. പെയിൻ വന്നതിന് ശേഷം എനിക്ക് പെയിൻ വരുമ്പോഴത്തേക്ക് അവൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുമായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അവസാനത്തെ ഒരു അരമണിക്കൂർ വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലേബർ റൂമിൽ കയറാൻ പറ്റും ഗൾഫിലാവുണ്ട്. അതെങ്കിൽ ലാസ്റ്റ് അവൻ ജനിക്കുന്ന സമയമായപ്പോഴത്തേക്ക് എന്നെ അടിച്ച് വെളിയിൽ കളഞ്ഞു. അവര് സൈഡിൽ വാങ്ങിച്ചു. ഒന്നുകിൽ സിസേറിയൻ ആയിരിക്കും അല്ലെങ്കിൽ വാക്വം വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു വന്നത്? ഒരു ഇത് രണ്ടും ചെയ്യേണ്ടി വന്നില്ല. ഡോക്ടർ എന്നെ പരിശ്രമിച്ച് പുറത്തിറക്കി. എന്നിട്ടും ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും കേട്ടിട്ടും ഒന്നും മിണ്ടുന്നില്ല. ആളെ കുറിച്ചാ പറഞ്ഞത്. എന്തെങ്കിലും പറ, നന്ദി പറ. താങ്ക് യു പറ. താങ്ക് യു. പക്ഷെ അപ്പോഴേ എനിക്ക് ഒരു വീണയെടുത്ത് ഇപ്പോഴും ജീവിതം മൊത്തം എനിക്ക് സോറി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയും വീണേനെ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്ന ഞാൻ ഇറച്ചി വന്നപ്പോഴത്തേക്ക് ശകലം ഒന്ന് കയ്യാൻ വിട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ ശകലം ഒന്ന് വിട്ടു. അതുവരെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുവരെ എനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ ആ ഒരു 10 മാസം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ആ 10 മാസം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായിരുന്നു. എനിക്ക് എവിടെ നിന്നാണെന്ന് അറിഞ്ഞു അത്രയും ക്ഷമ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ക്ഷമ മാറിയെന്നല്ല, ആ ഒരു കെയർ യവനിലോട്ട് കുറച്ച് വന്നപ്പോഴത്തേക്ക് അവിടോട്ട് കുറച്ച് കൊടുക്കാനായിട്ട് ഒന്ന് മറന്നുപോയി. അപ്പോഴത്തേക്ക് എനിക്ക് ഡിപ്രഷൻ പോലെ വന്നു. മരിക്കാനെങ്കിൽ തോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ആ ടൈമിൽ അങ്ങനെ തോന്നുന്നു. പൊതുവേ ഇപ്പം എനിക്ക് അതിനെപ്പറ്റി വലിയ ഇതില്ലായിരുന്നു. അപ്പം അവള് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എന്നെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കൽ കുറവാണ് എന്ന് വെച്ചാൽ അത്രയും ഈ 10 മാസത്തോളം അത്രയും കെയറും ശ്രദ്ധയും കിട്ടിയിട്ട് ഒരു ഇവനിലോട്ടും കൂടെ കുറച്ച് പോയപ്പോഴത്തേക്ക് ബോഡിയിലുണ്ടാകുന്ന ഡിഫറൻസ്, പിന്നെ ഹോർമോണിന്റെ ഡിഫറൻസ് എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും പുള്ളി മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. പിന്നെ ഞാൻ തന്നെ തനിയെ റിക്കവറായി വന്നതാണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ എന്തൊക്കെ ചെയ്തു ഓക്കെ ആയിട്ട് വരാൻ? ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലെ ഡിപ്രഷൻ ഉള്ളവരുണ്ട്, പോസ്റ്റ്മോർട്ടം കെയർ കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഒന്ന് പറയൂ എക്സ്പീരിയൻസ്. അത് ഞാൻ തന്നെ മനസ്സിൽ ആദ്യമൊക്കെ എനിക്കിങ്ങനെ തോന്നും, ഇറങ്ങിപ്പോയി. അതായത് ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചു എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഞാൻ പോവാണെന്ന് എഴുതിയൊക്കെ സൂയിസൈഡ്. അവിടെ ഞാൻ ആലോചിച്ചത് അവിടെ അടുത്താണ്, ബീച്ച് വരുന്ന അടുത്താണ്. ബീച്ചിൽ പോയി ചാടാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഉള്ളതിൽ ഫോണിൽ നോട്ട് എഴുതാൻ പറ്റുമല്ലോ, അങ്ങനെ എഴുതിയൊക്കെ വെച്ച്. എന്നിട്ട് അന്ന് എന്തോ കാരണത്തിൽ പോകാൻ പറ്റിയില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പോകാനായിട്ട് ശ്രമമൊക്കെ നടത്തി വയ്ക്കാം. അന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ തോന്നി പറയാം എന്ന് തോന്നി. ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാൻ അത്രയും ബുദ്ധിമുട്ടായിട്ടും പറയാതെ വെച്ചിരുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ഒരുപാട് ദേഷ്യപ്പെടുകയും അതെല്ലാം ക്ഷമിച്ച്, ഇനി പ്രസവിച്ച് കഴിഞ്ഞിട്ടും ഞാൻ അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ ആൾ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാൻ. എന്നിട്ടും എങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ ചേട്ടാ അറിഞ്ഞാണല്ലോ ഈ
സൂസൈഡ് നോട്ട് എഴുതിയ കാര്യങ്ങളും ഒക്കെ പിന്നീട്. എങ്ങനെ ഫീൽ ചെയ്തത്? എങ്ങനെ ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതകാലം മുഴുവനും സോറി പറഞ്ഞാൽ പോലും തീരാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ അത് ചെയ്തത്. ഇപ്പൊ ഹാപ്പി ആണല്ലോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓർമ്മ എനിക്ക് ദേഷ്യം വന്ന ടൈമിൽ എനിക്കത് ഓർമ്മ വരും. അടുത്തത് അപ്പം അത് പറയാം. അപ്പം ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും കൊച്ചിൻ എല്ലാ ഹസ്ബൻഡ്സിനോട് പറയണത് അങ്ങനെ ഒരു തെറ്റാരും ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വലിയൊരു നഷ്ടം വരും. ചിലർ പറയും പണ്ടുള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഉള്ളവർക്കൊക്കെ അങ്ങനെ ഇപ്പൊ ഉള്ളവർക്ക് ഉള്ളതാണ്. അത് പണ്ടുള്ളവർ അതിന് ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ചിലപ്പോ അവരെ അറിഞ്ഞു കാണത്തില്ല, തിരിച്ചറിഞ്ഞു കാണത്തില്ല. ഇപ്പൊ പലരും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം പറയുമ്പം പലരും പറയും നമ്മളും പണ്ട് കുറെ പെറ്റതാണ്, ഇത്രയും പേരെ പെറ്റതാണ്, നമുക്ക് ഈ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. പണ്ടത്തെ ജീവിത സാഹചര്യം വേറെയാണ്, ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വേറെയാണ്. അതിന്റെ ആയിരിക്കണം. അടുത്തിട്ട് പോട്ടെ. ഇതാണ് എൻ്റെ ജീവിത സഖി എന്ന് അറിഞ്ഞൊരു മൊമെന്റ് ഉണ്ടല്ലോ, മനസ്സിലായൊരു മൊമെന്റ്, അതേതായിരുന്നു? അത് ഞാനിവിടെ വന്ന് സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് വീണയുടെ അച്ഛൻ വിളിച്ച് എല്ലാവർക്കും ഓക്കെ ആണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സമയം. അതിന് മുമ്പ് തോന്നിയിട്ടില്ല? അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 ബ്രേക്കപ്പ് അല്ല, ഞാൻ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 2 റിജക്ഷൻ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയത്. അതിന്റെ ഒരു പേടിയുള്ളത് കൊണ്ട് ഞാൻ ജീവിത സഖിയായിട്ട് ഞാൻ മനസ്സിൽ ഒരു സൈഡിൽ ഒതുക്കി വെച്ചതേ ഉള്ളൂ. കൺഫേം ആക്കിയിട്ടില്ല. മറ്റേത് കൺഫേം ആയല്ലോ, ഫിക്സഡ് ആയി. ചേച്ചിക്ക് എന്താ പറയാ? കേട്ടോ? കേട്ടോ? അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോ അപ്പോഴാണ് വന്നേന്ന്. അപ്പോഴാണ് ഞാൻ കൺഫേം ആക്കിയത്. അതുവരെ സൈഡ് വെച്ചേക്കുമായിരുന്നു. വേണമെങ്കിൽ കയ്യാലപ്പുറത്തുള്ള തേങ്ങ പോലെ ഒന്നപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോവാ. അടുത്ത് ചോദിക്കട്ടെ, ലൈഫിൽ സ്റ്റക്കായി പോയ ഒരു മൊമെന്റ്, ഇനി അങ്ങോട്ട് ഇനി എന്ത് എന്നറിയില്ല, അങ്ങനൊരു മൊമെന്റ്? അങ്ങനൊരു മൂമെന്റ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സമയമായിരുന്നു. കാര്യം നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളൊരു സെക്കൻഡറി ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോബി മാത്രമാക്കി വെച്ചിരുന്ന സമയമായിരുന്നു. എനിക്ക് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു. റിച്ചൂട്ടിന്റെ ജനിച്ചതിന് ശേഷം ഞാൻ ലീവ് എടുത്തിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് ജോലി കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പം ജോലി കുറവാണ് അങ്ങനെ പറഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നു. അപ്പം ഒരു 8 മാസത്തോളമുള്ള ശമ്പളമൊക്കെ അവിടെ പെൻഡിങ് ആയിരുന്നു. അവിടെ ഒന്ന് സ്റ്റക്കായി, ഒരു 8 മാസത്തോളം അവിടെ സ്റ്റക്കായി. പിന്നെ ആ ഒരു 8 മാസത്തെ തീരുമാനമാണ് നമ്മളിപ്പം ഈ ഒരു ഇതിൽ എത്തിച്ചേക്കുന്നത്. അന്ന് നമ്മൾ നാട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മളൊരു റിസ്ക് എടുത്തുകൊണ്ടാണ് വന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വിശ്വസിച്ച് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നോക്കി ഇവര് നാട്ടിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുമ്പ് തന്നൊരു വാക്കുണ്ട്, ഒരുമിച്ച് ജീവിച്ചോളാന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ ഒരു ഇതും പിന്നെ ഒരു റിസ്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നേ. സ്റ്റക്കായിരുന്നു നമ്മള്, എങ്കിലും വന്ന് നാട്ടിൽ. ചേച്ചി ആ സമയത്ത് ഒരുപാട് സപ്പോർട്ട് ആയിരുന്നിട്ടുണ്ടാവുമല്ലോ. നമുക്ക് രണ്ടുപേർക്കും എത്ര നമ്മളിപ്പം ഗൾഫിലായിരുന്ന സമയത്ത് ഒരുപാട് ശമ്പളമൊന്നും കിട്ടാതെ കഞ്ഞിയും കടലക്കറിയും കഴിച്ച് മാത്രം ജീവിച്ച സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. അവിടെ വേറെ ആരുമില്ല, ശല്യപ്പെടുത്താനും ഒന്നും ആരുമില്ല. നമ്മളെങ്ങനെയാണെന്ന് ജീവിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മള് ഇപ്പോഴും പൈസ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കും. അങ്ങനത്തെ ഒരു അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അത് ഇവിടെ അറിയായിരുന്നു, വീട്ടിലറിയായിരുന്നു. ഞങ്ങൾ പിന്നീടാണ് പറഞ്ഞത്. നിനക്കത് പറഞ്ഞുകൂടായിരുന്നോ? ഞാനിവിടെ അതൊക്കെ ഭയങ്കര വിഷമമായി പോയി. അച്ഛനവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. അടുത്തത്, റിച്ചൂട്ടൻ ഫസ്റ്റ് അച്ഛ എന്ന് വിളിച്ചൊരു മൊമെന്റ്. ചേട്ടായി ഭയങ്കര പരാതിയായിരുന്നു, അച്ഛന്ന് വിളിക്കുന്നില്ല എന്ന്. ഇപ്പൊ ഫുൾ ടൈം അച്ഛന്ന് വിളിക്കുന്നു. പരാതി അങ്ങ് തീർത്തു. ആണോ? ഫസ്റ്റില് വിളിച്ചത് ഫസ്റ്റില് അച്ഛന്നാണ് വിളിച്ചു തുടങ്ങിയത്. അമ്മ എന്നല്ല വിളിച്ച, ഫസ്റ്റില് വിളിച്ചത് അച്ഛന്നാണ്. അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാതെ എന്ത് ജീവിയാന്നുള്ളത്. സാധാരണ എല്ലാരും അമ്മന്നാണ്, അച്ഛന്നാണ് ഫസ്റ്റ് വിളിച്ചത്. ചേട്ടൻ എങ്ങനെയാണ്? ചേട്ടനാണല്ലോ അത് അനുഭവിച്ചത്. ആദ്യമൊക്കെ അച്ഛന്ന് തിരിയൂലായിരുന്നു. പക്ഷെ അച്ഛന്ന് വിളിച്ചിട്ട് പിന്നീട് കുറെ നാള് അച്ഛന്ന് വിളിക്കൂലായിരുന്നു. എന്നുവെച്ചാൽ പിന്നെ ബാക്കി അമ്മ മമ്മ അമ്മ അമ്മ അങ്ങനെ വിളിക്കുള്ളായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പരാതിയായിരുന്നു, എന്നെ അച്ഛന്ന് മാത്രമല്ല എന്നെ വിളിക്കാത്തത്. റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇല്ല. പിന്നെ ഇന്ന് വരെയും അതിനുശേഷം എന്ന് അച്ഛനെ വിളിച്ച് പിന്നെ തുടങ്ങി രണ്ടാം സ്റ്റാർട്ട് ചെയ്ത ഇന്ന് വരെയും അച്ഛനെ വിളിക്കും. അച്ഛനാണ് മെയിൻ. അത് വിളിച്ചേ, അച്ഛന്ന് വിളിച്ചേ.
വിളിച്ചേ എന്ത് നിങ്ങൾ പറഞ്ഞാലും ഞാൻ മാനക്കത്തില്ല. ഓക്കെ, അടുത്തത് 1 million സബ്സ്ക്രൈബേഴ്സ് അടിച്ചൊരു മൊമെന്റ്. നമുക്ക് 1 million ആയി എന്നറിഞ്ഞ ഒരു ദിവസം. ഏപ്രിലാണ് 2023 ഏപ്രിലായിരുന്നു 1 million അടിച്ചത്. ഭയങ്കര സന്തോഷം. ഇവൻ കാരണമാണ് അടിച്ചത്. നമ്മൾ 100 അടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 65 ആയി. സുജിൻ കാരണമാണ് 65 ആയത്. അത് കഴിഞ്ഞിട്ട് 100 അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് 100 അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 million അടിച്ചത് ഇവൻ കാരണമാണ്. ലവ് ആൻഡ് കെയർ എന്നുള്ള സീരീസ് ശേഷമാണ് പെട്ടെന്നാണ് 1 million അടിച്ചത്. 100 1 million പെട്ടെന്നാണ് അടിച്ചത്. ചേട്ടന് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ മെരുക്കി എടുക്കുന്നു, എങ്ങനെ ചെയ്യും? ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എളുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നമ്മള് അറിവ് കുറവാണ്. അറിവ് കുറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ നമ്മള് പഞ്ചസാരയാണ് ഇവിടെ ഇരിക്കുന്നത് എടുക്കണമെന്ന് പറഞ്ഞാൽ പോലും ഇവന്റെ ടോയ് എന്തെങ്കിലും അവിടെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ആ ഓടിപ്പോയി ആ ടോയ് എടുത്തോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഓടുന്ന സീൻ കിട്ടും. അങ്ങനത്തെ ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അറിവ് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ചിരിയും വരും. ചിരിക്കില്ല, അങ്ങനെ അവന് തമാശയായിട്ടും തോന്നില്ല. ഇപ്പൊ ചെയ്യാൻ വേണ്ടി തമാശയായിട്ടും കൂടെ തോന്നും. കാര്യം ആ വീഡിയോസ് ഒന്നും ചിരിക്കുന്നല്ലോ, നമ്മളത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കണം വിചാരിച്ചതാണ്. അവനറിയില്ല അവൻ ആ കാര്യമാണ് ചെയ്യുന്നതെന്ന് അവനറിയില്ല. വീഡിയോ വരുമ്പോഴത്തേക്ക് കാണുമ്പോ ഇപ്പോഴിപ്പോഴും മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് ചെയ്തത്. റിലേറ്റീവ്സ് ഒക്കെ പറയോ ഇങ്ങനെ മോനിങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ? പിന്നെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും വീഡിയോസിൽ ഇപ്പം വീണ എന്നെ അടിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഞാൻ വീണേനെ അടിക്കുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇവൻ നിൽക്കത്തക്ക രീതിയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പം ഇവൻ പിന്നീട് എപ്പോഴെങ്കിലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എപ്പോഴെങ്കിലും നോക്കുമ്പോഴത്തേക്ക് അമ്മ അച്ഛനെ അടിച്ചാ എന്നെ അടിക്കും. നേരെ തിരിച്ചാണെങ്കിൽ അച്ഛനും കൊടുക്കും അടി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അടുത്ത ചോദിക്കട്ടെ, ബെസ്റ്റ് ട്രിപ്പ് മൊമെന്റ്. ഒരു ട്രിപ്പ് പോയി ഏറ്റവും നല്ലൊരു. കഴിഞ്ഞ തവണ എൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു റെഗുലേറ്റിൽ. എന്തായിരുന്നു, എവിടെയാ പോയത്? മൂന്നാറിൽ. റെഗുലേറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് മൂന്നാറിൽ കുറച്ച് കറങ്ങി. ഇടയ്ക്കിടയ്ക്ക് പോകില്ല ട്രിപ്സ് ഒക്കെ? ഇപ്പൊ പോയിട്ട് കുറച്ച് നാളായി. നമ്മള് കൂടുതൽ തീർത്ഥാടനം പോലെ പോകുന്നത് അമ്പലങ്ങളിൽ അമ്മമാരെയൊക്കെ കൊണ്ടുപോകുന്നതാണ്. നിങ്ങളായിട്ട് ഫാമിലി മാത്രമായിട്ട് പോയത്? തേക്കടിയിൽ പോയിട്ടുണ്ടായിരുന്നു, വേറൊരു റിസോർട്ടിൽ. അതവർ വിളിച്ചിട്ട് പോയതാ. അതാണ് നമ്മൾ മൂന്നും കൂടെ ഫസ്റ്റ് ടൈം പോയത്. ഓക്കെ. പിന്നെ ചോദിക്കണമെന്ന് ചോദിച്ചാൽ സാധാ കണ്ടന്റുകളല്ല, ഭയങ്കര സോഷ്യലി അവെയർ ആയിട്ടുള്ള കുറേ കണ്ടന്റ്സ്. ഇപ്പം മറ്റേ നമ്മുടെ ശരീരത്തോടാണ് പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രണയം എന്നൊക്കെ, അതുപോലത്തെ കറുത്തവൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്തരം കണ്ടന്റ്സ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ ആ ഐഡിയാസും ഡെവലപ്പ്, നമുക്കിത് വേണ്ട, ഇത് മാത്രം പോരാ, വേറെയും കണ്ടന്റ്സ് ചെയ്യണം എന്നുള്ളൊരു തോട്ടം വന്നതാണോ? നമ്മൾ കോമഡി കണ്ടന്റ്സ് മാത്രം വേണ്ട, അല്ലെങ്കിൽ ഓൺ വോയിസ് മാത്രം പോരാ, ആളുകൾ കാണുന്നവർക്കും കൂടെ മെസ്സേജ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്? അങ്ങനെ ചെയ്ത് തന്നെയാണ്. കാര്യം എല്ലാം പരീക്ഷിച്ച് വെക്കും. കോമഡി ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ ആ ഒരു രീതിയിലോട്ട്. ഇപ്പം സീരിയസ് ആയിട്ടുള്ള വീഡിയോസാണ് ഇന്നത്തെ ഇപ്പോൾ പറഞ്ഞ വീഡിയോസൊക്കെ. മച്ചി എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൂടി ചെയ്യണമെന്ന് വെച്ചിട്ട് കമന്റ്സ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഭയങ്കര നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കമന്റ്സിൽ കൂടെ വീണ്ടും നമുക്ക് കണ്ടന്റ് കിട്ടുമായിരുന്നു. അങ്ങനത്തെ കണ്ടന്റുകൾ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ വരും ഓരോരുത്തരുടെയും ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ സീരിയസ് കണ്ടന്റ് എടുക്കാൻ കുറച്ച് അധികം ടൈം എടുക്കത്തില്ലേ സാധാരണ എടുക്കുന്നേക്കാളും? അപ്പൊ അത്തരം ചിലപ്പം നമുക്ക് അത്രയും വ്യൂസ് കിട്ടണമെന്നും ഇല്ലല്ലോ ചിലതൊന്നും. അങ്ങനത്തെ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് ഇത് നല്ല വീഡിയോ ആണ്, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വ്യൂ കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട്. കുറേ വീഡിയോസ് ഓർമ്മയില്ല. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 2 വർഷമായി. ചെയ്യാൻ സാഹചര്യം അതിന് അനുവദിക്കാറില്ല. ഇനി ഒരു കിടിലൻ ടാസ്കും കൂടെ ഉണ്ട്. നല്ല ടാസ്കാണ്. ചേച്ചിയുടെ കുറെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ? ലിപ്സ്റ്റിക്, ഐ ഷാഡോ എല്ലാം. ചേട്ടൻ ചേച്ചിനൊന്ന് മേക്കപ്പ് ചെയ്യണം. അമ്മേ ഓക്കെ.
സ്കില്ലുണ്ടോ? ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും മുമ്പ് അറിയാം. ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഗൾഫിലായിരുന്ന സമയത്ത്. പറഞ്ഞ എന്തായിരുന്നു അത്? എന്തുകൊണ്ടാ ചെയ്തത്? അത് ഏതോ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തയാ. അല്ലാണ്ടൊക്കെ ചെയ്ത് ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ മുഖം വെച്ചോണ്ടിരിക്കുക. ആരെങ്കിലൊക്കെ ചെയ്തു തരുന്നത്? ആരെങ്കിലുമൊക്കെ ചെയ്ത് തരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്തോക്കാം. ഓക്കെ, ഇതാണ് ഒറിജിനൽ മുഖം. മിക്കുള്ളവരും പറയാറുണ്ട് ഈ ഒരു ക്രീം ഇട്ട് ലിപ്സ്റ്റിക് വിടുമ്പോഴത്തേക്ക് അത്യാവശ്യം പൊട്ടിയിട്ട പോലെ ഇരിക്കും. അപ്പം എല്ലാവരും പറയും ഭയങ്കര ഭയങ്കര പൊട്ടിയ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൺസ്ക്രീൻ നിന്ന് തുടങ്ങാം. സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇടൂലായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീനൊക്കെ ഇട്ട് തുടങ്ങിയത്. അത് രണ്ടുപേർക്കും ഒരു സൺസ്ക്രീൻ ചെയ്തറാൻ പടിയാവും. അമ്മേ, അയ്യോ അതല്ല, ലാസ്റ്റ് ഇടാനുള്ളത്. ഇവര് വന്നത് എൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കാനാണെന്ന് എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്. ഞാൻ മറന്നിരിക്കുന്ന ഡേറ്റുകളൊക്കെ കുത്തിപ്പോക്കുന്നു. അത് ഇതെന്റെ മുഖമാണ്. ഈ പൂവിലൊക്കെ ഇട്ട് ഇങ്ങനെ തൊടുന്ന പോലെ തൊടണം. ഇതിപ്പം പിടിക്കുന്നുണ്ട്, ഏതാ മരത്തടിയിലിട്ട് പിടിക്കുന്നുണ്ട്. കരിമിഴിക്കുരുവിയെ അയ്യോ, പാട്ട് പാടുമ്പോഴത്തേക്കേ കൈ പറയുന്നു. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. വെച്ച് നോക്കണ്. കാവിൽ വന്നീല. കാവിലല്ലേ? പൂരം കണ്ടീല, മായക്കൈ കൊട്ടും മേളവും കേട്ടീല. വേറെ പാട്ട്, ഒരു പാട്ട് പറയാം. ഹരിമുരളീധർ. അയ്യോ, ഇപ്പൊ പാടാൻ പറ്റിയ പാട്ടാണ്. അപ്പൊ നീ ഒരു കാര്യം വരയ്ക്കുമ്പോഴേ അയ്യണത്തിനനുസരിച്ച് തങ്കഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി, ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, സായാഹ്ന സാനുവിൽ വിലോലമേഘമായി, അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ, അമൃത കണമായി സഖി ധന്യനായി, കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. ആഹാ, മുടുക്കനായിപ്പ. പ്രിയതേ പോരെ, മേക്കപ്പ് തോന്നിയ മറ്റേ പെൻസിൽ എവിടെയാണ്? പാല് കൂടിപ്പോയി. പാല് കൂടിപ്പോയെന്നുള്ളത് അവിടെ ഇപ്പൊ പിണങ്ങും. നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സുന്ദരി. എനിക്കൊന്ന് ആദ്യത്തെ കാലം കുറച്ചുകൂടെ സുന്ദരിയായിട്ട്. എന്താ ചേട്ടാ, എന്താ ചെയ്ത പൊടിക്കൈ? ഒന്നും ചെയ്തില്ല, എനിക്ക് അറിയാവുന്നതൊക്കെ എന്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം, എനിക്കത് ലിപ് ഷെയ്ഡ് ആണെന്ന് തോന്നുന്നു. ആയിരിക്കും, ഭയങ്കര രസമുണ്ട് കാണാൻ. ചേട്ടന് ചെയ്യാന്നൊക്കെ ചേട്ടൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ കൊള്ളാമോ കൊള്ളൂല്ലോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര രസമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു. ഫസ്റ്റ് ഇത് നടക്കലല്ലോ ഇപ്പൊ. അല്ല, ആള് മാറി, ചേച്ചി മാറി, മൊത്തത്തിൽ മാറി. ഓക്കെ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഫുള്ള് ഇന്നത്തെ ഒരു ദിവസം? അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. കുറെ ടാസ്ക് മറന്നുപോയ ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ടായിരുന്നു. ജോളി ഫാമിലി ആയിരുന്നു. മോന്റെ കൂടെയും കുറെ കളിക്കാനൊക്കെ പറ്റി. 5 million സബ്സ്ക്രൈബേഴ്സ് ആയി. എങ്ങനെയുണ്ട്? ഒരുപാട് സന്തോഷം. എവന്റെ അടുത്താണ് നന്ദി പറയാനുള്ളത്. ഒരു ഉമ്മയും കൂടെ കൊടുത്തോ, ചേച്ചിയും കൊടുത്തോ.
പ്ലീസ് ഒന്നും കൊണ്ടുപോക്കള. കിട്ടി ബോധിച്ചു. ഫസ്റ്റ് ഇന്റർവ്യൂ തുടങ്ങിയ ടൈമിലുള്ള ആളല്ല ഇപ്പൊ ഇരിക്കുന്നത്. അതെ, ചേച്ചി പറ 5 മില്യൺ ആയി. ഭയങ്കര സന്തോഷമുണ്ട്. 5 മില്യൺ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള കുറച്ച് നാൾ മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 5 മില്യൺ ആവണമെന്ന് ഭയങ്കര സന്തോഷം. 5 മില്യന് നമുക്ക് കേക്ക് മുറിക്കണമെന്ന് ആഗ്രഹം. 50 കേക്കാണ് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്ത. ഇപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. അതായത് 50,000-ത്തിലാണ് ആദ്യം കേക്ക് കെട്ടിയത്. ഇനി 50 ലക്ഷത്തിനാണ് കേക്ക് കട്ട് വലിയ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് അടിച്ച് പൊളിക്കണം. ഓക്കെ, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ജേർണിയിൽ. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഫസ്റ്റിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യുന്നതാണ് ആഗ്രഹം. ചേട്ടനോ? അത് തന്നെയാണ് ആഗ്രഹം. ഇല്ല, ആദ്യം മുതലേ ഒരുപാട് പേര് ഇപ്പോഴും, അതായത് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്ക് കമന്റ് ചെയ്യാറുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. റിച്ചൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയോട് വന്നിട്ടുണ്ടായിരുന്നു, നെടുമങ്ങാണ്ടുള്ള ചേച്ചി. ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ നമ്മളടുത്ത് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്തുള്ള ഇഷ്ടം കാരണം വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താ പ്ലാൻസ്? പുതിയ പുതിയ കണ്ടന്റുകളും വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടോ? കുറച്ചും കൂടെയൊക്കെ നല്ലതുപോലെ വീണ്ടും വീണ്ടും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കണ്ടന്റ് പോലത്തെ വീഡിയോസ്, പിന്നെ ലവ് ആൻഡ് കെയർ അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് 10 മില്യൺ ഒക്കെ ആകുമ്പോൾ കാണണം. ഓക്കെ, അതുവരേക്കും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.